കുചേലനെ പറ്റി പറയാട്ടോ. അദ്ദേഹം ദരിദ്രനായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ, ഇപ്പോൾ ശ്രാദ്ധം, പിറന്നാള്, വിവാഹം ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് ക്ഷണിക്കൊന്നും വേണ്ട, അങ്ങോട്ടേക്ക് പോകാം, എന്നിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനെയാണ് ജീവിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതും ഇല്ല. അപ്പം ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നുമില്ല, എവിടുന്നും ഒന്നും കിട്ടാത്ത ഒരു 2-3 ദിവസം ആയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പത്നിയാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും, ഒന്ന് പോയിട്ട് കൃഷ്ണനെ കണ്ടുകൂടെ, എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു കൂടെ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പത്നി ചോദിക്കുക. അപ്പം ഇദ്ദേഹം ഇങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് ഈ പത്നി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ, കുചേലൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ തോന്നുകയാണ്, ഭഗവാന് തന്നെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കുമോ, അതായിരിക്കുമോ ഇവരിങ്ങനെ പറയുന്നുണ്ടാവുക എന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു തൻ്റെ പത്നിയുടെ അടുത്ത്, കല്യാണി,